PSC എക്സാംസിന് പ്രധാനപ്പെട്ടതാണ്. ഒരു ചോദ്യം എന്നും പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ് വേദികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. എവിടെയാണ് വേദികൾ എന്നത്. വെൽക്കം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വെന്യൂസുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. 2025 G20 ഉച്ചകോടി വേദിയായത് എവിടെയാണ്? ജോഹന്നാസ്ബർഗിലാണ് G20 2025 ഉച്ചകോടി വേദിയായത്. G20 2026 ഉച്ചകോടി വേദിയായിരിക്കുന്നത് ഏത് രാജ്യമാണ്? അമേരിക്കയാണ് G20 2026 ഉച്ചകോടി വേദിയായിരിക്കുന്നത്. 2025 ജോഹന്നാസ്ബർഗ്, 2026 അമേരിക്ക. 2025 G7 ഉച്ചകോടിക്ക് വേദിയായത് ഏത് രാജ്യമാണ്? G7 2025 ഉച്ചകോടിക്ക് വേദിയായത് കാനഡ. G7 ഉച്ചകോടി വേദി 2025 കാനഡയാണ്. G7 2026 ഉച്ചകോടിക്ക് വേദിയായിരിക്കുന്നത് ഏത് രാജ്യമാണ്? ഫ്രാൻസാണ് G7 2026 ഉച്ചകോടിക്ക് വേദിയായിരിക്കുന്നത്. ബ്രിക്സ് 2025 ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ്? റിയോ ഡി ജനീറോ ആണ് ബ്രിക്സ് 2025 ഉച്ചകോടിക്ക് വേദിയായ നഗരം. ബ്രിക്സ് 2026 ഉച്ചകോടിക്ക് വേദിയായിരിക്കുന്നത് ഏത് രാജ്യമാണ്? ഇന്ത്യയാണ് ബ്രിക്സ് 2026 ഉച്ചകോടിക്ക് വേദിയായിരുന്നത്. ബ്രിക്സ് 2025 റിയോ ഡി ജനീറോ, ബ്രിക്സ് 2026 ഇന്ത്യ വേദിയാണ്. ക്വാഡ് 2026 ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഏത് രാജ്യമാണ്? ജപ്പാനാണ് ക്വാഡ് 2026 ഉച്ചകോടിക്ക് വേദിയാകുന്നത്. SCO 2025 ഉച്ചകോടിക്ക് വേദിയായത് ഏത് രാജ്യമാണ്? SCO ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ 2025 ഉച്ചകോടിക്ക് വേദിയായത് ഏത് രാജ്യമാണ്? ചൈനയാണ്. SCO ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ 2026 ഉച്ചകോടിക്ക് വേദിയായിരിക്കുന്നത് ഏത് രാജ്യമാണ്? അത് റഷ്യയാണ്. 2025 വേദി ചൈന, 2026 വേദി റഷ്യയാണ്. നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ 2025 ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ്? ഹേഗ് നെതർലാൻഡ്. നാറ്റോ 2025 ഉച്ചകോടിക്ക് വേദിയായത് ഹേഗാണ്. നാറ്റോ 2026 ഉച്ചകോടിക്ക് വേദിയായിരിക്കുന്നത് ഏത് രാജ്യമാണ്? തുർക്കിയാണ് നാറ്റോ 2026 ഉച്ചകോടിക്ക് വേദിയായിരിക്കുന്നത്. UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് COP30 2025 ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ്? ബേലമാണ്. 2025 COP30 വേദിയായത് എവിടെയാണ്? ബേലം ആണ്. COP31 2026 ഉച്ചകോടിക്ക് വേദിയായിരിക്കുന്നത് ഏത് രാജ്യമാണ്? ഓസ്ട്രേലിയയാണ് COP31 2026 ഉച്ചകോടിക്ക് വേദിയായിരിക്കുന്നത്. 2025 ലോക പരിസ്ഥിതി ദിന ആചരണത്തിന്റെ ആതിഥേയത്വ രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയയാണ് 2025 ലോക പരിസ്ഥിതി ദിന ആചരണത്തിന്റെ ആതിഥേയത്വ രാജ്യം. 2026 ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ആതിഥേയത്വ രാജ്യം ഏതാണ്? അസർബൈജാനാണ് 2026 ലോക പരിസ്ഥിതി ദിന ആചരണത്തിന്റെ ആതിഥേയത്വ രാജ്യം. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയായിരിക്കുന്നത് എവിടെയാണ്? നഗോയ ഐച്ചി നഗോയ സ്ഥിതി ചെയ്യുന്നത് ജപ്പാനിലാണ്. നഗോയയാണ് 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയായിരിക്കുന്നത്. 2030 ഏഷ്യൻ ഗെയിംസിന് വേദിയായിരിക്കുന്നത് എവിടെയാണ്? ദോഹയാണ് 2030 ഏഷ്യൻ ഗെയിംസിന് വേദിയായിരിക്കുന്നത്. 2034 ഏഷ്യൻ ഗെയിംസിന് വേദിയായിരിക്കുന്നത് എവിടെയാണ്? റിയാദാണ് 2034 ഏഷ്യൻ ഗെയിംസിന് വേദി. 2026 ഏഷ്യൻ ഗെയിംസ് നഗോയ, 2030 ദോഹ, 2034 റിയാദാണ് വേദി. 2028 സമ്മർ ഒളിമ്പിക്സിന് വേദിയായിരിക്കുന്നത് എവിടെയാണ്? ലോസ് ഏഞ്ചൽസ് ആണ് 2028 സമ്മർ ഒളിമ്പിക്സിന് വേദിയായിരിക്കുന്നത്.
2032 സമ്മർ ഒളിമ്പിക്സിന് വേദിയായിരിക്കുന്നത് എവിടെയാണ്? ബ്രിസ്ബൺ ആണ്. 2032 സമ്മർ ഒളിമ്പിക്സിന് വേദിയായിരിക്കുന്നത്. 2026 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായിരിക്കുന്നത് എവിടെയാണ്? അത് ഗ്ലാസ്ഗോ ആണ്. ഗ്ലാസ്ഗോ 2026 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായിരിക്കുന്നു. 2026 FIFA അന്താരാഷ്ട്ര ഫുട്ബോൾ അസോസിയേഷൻ ഫെഡറേഷൻ FIFA പുരുഷ വേൾഡ് കപ്പിന് വേദിയായ രാജ്യങ്ങൾ ഏവ? അമേരിക്ക, കാനഡ, മെക്സിക്കോ. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവയാണ് 2026 FIFA പുരുഷ വേൾഡ് കപ്പിന് വേദിയായ രാജ്യങ്ങൾ. 2026 ICC പുരുഷ T20 വേൾഡ് കപ്പിന് വേദിയായ രാജ്യങ്ങൾ ഏവ? ഇന്ത്യയും ശ്രീലങ്കയും. ഇന്ത്യ, ശ്രീലങ്ക എന്നിവയാണ് 2026 ICC പുരുഷ T20 വേൾഡ് കപ്പിന് വേദിയായ രാജ്യങ്ങൾ. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയായ സംസ്ഥാനം ഏതാണ്? ബീഹാർ. ബീഹാർ ആണ് 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയായത്. 2025 ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. നാഷണൽ ഗെയിംസിന് 2025 വേദിയായത് ഉത്തരാഖണ്ഡ് ആണ്. 2027 ദേശീയ ഗെയിംസ്, നാഷണൽ ഗെയിംസിന് വേദിയായ സംസ്ഥാനം ഏതാണ്? മേഘാലയ ആണ്. വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ.